കലോത്സവ വേദിയിൽ അവസരത്തിനായി എത്തിയ വയോധികന് വേദി നൽകിയ അമൃത ടീം. 72-കാരനായ ശശികുമാറാണ് അമൃത വാർത്തകളിലൂടെ തന്റെ നീണ്ട കാലത്തെ ആഗ്രഹം സാധിച്ചത്. കലോത്സവത്തിന് പ്രായം 64, ശശികുമാറിന് 72. കലോത്സവ നഗരിയിലേക്കുള്ള പ്രായം തെറ്റിയുള്ള ഈ വരവ് ഒരു വേദി തേടിയാണ്. ശിഷ്യഗണങ്ങൾ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും കലോത്സവത്തിൽ ഒരു വേദി മാത്രം ശശികുമാറിന് അന്യമായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. 16ാം വയസ്സിൽ അധ്യാപകൻ. നിരവധി കുട്ടികളെ വേദിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തമായ ഒരു വേദി മാത്രം നടക്കാത്ത സ്വപ്നമായി അവശേഷിച്ചു. അങ്ങനെ ഒരു വേദി എന്ന സ്വപ്നത്തിന്റെ പാണ്ഡവം പേറിയാണ് അയാൾ സാംസ്കാരിക നഗരിയിലേക്ക് വണ്ടി കയറിയത്. വേദി 1. മോഹിനിയാട്ട മത്സരങ്ങൾ പുരോഗമിക്കുന്നു. സദസ്സിലെ ഒരു കസേരയിൽ ഇരിപ്പുറപ്പിക്കാനുള്ള ശ്രമം വേദിയിൽ പാട്ട് മുഴങ്ങിയതോടെ അയാൾ ഉപേക്ഷിച്ചു. ഒടുവിൽ നൃത്തം അവസാനിച്ച് കട്ടൻ താഴുമ്പോൾ ആ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ തുള്ളികളിൽ നഷ്ടബോധത്തിന്റെ കയ്പ് നീര് ഉൾച്ചേർന്നിരുന്നു. കണ്ണീർ തുറച്ച് വീണ്ടും തേക്കിൻകാട് മൈതാനിയുടെ വിശാലതയിലേക്ക് ആഴ്ന്നിറങ്ങിയ ശശികുമാർ എത്തിപ്പെട്ടത് അമൃത വാർത്തകളുടെ പവലിയന് മുന്നിൽ. പ്രായത്തെ തോൽപ്പിക്കുന്ന കലയോടുള്ള താല്പര്യം, വിരുതറഞ്ഞ കലോത്സവ വേദികൾ, ആ അടങ്ങാത്ത ആഗ്രഹത്തിന് അമൃത ടീം നിറങ്ങൾ നൽകുമ്പോൾ പ്രിയദർശൻ സിനിമകളിലെ പാട്ട് സീനുകളിലെ പിന്നാമ്പുറ കാഴ്ചകൾ പോലെ മനോഹരമായ നിമിഷം. ഞാൻ ആദ്യമായിട്ടാണ് ഈ കലോത്സവ വേദിയിൽ ഒരു നൃത്തം ഇങ്ങനെ ചെയ്യുന്നത്. അതിന് നിങ്ങൾ അമൃത ചാനലൊരു അവസരം തന്നാൽ എനിക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട്. അമൃത നൽകിയ സ്നേഹത്തിന് ചേർത്തുപിടിക്കലിന് മനസ്സ് നിറഞ്ഞുള്ള നന്ദി പ്രകടനം. അങ്ങനെ സാംസ്കാരിക നഗരിയിലെ കലോത്സവ ദിനങ്ങളിൽ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, നന്മയുടെ, സങ്കുചിത ചിന്തകൾക്ക് അതീതമായ ഒരു നല്ല കലാകാലം സമ്മാനിക്കുകയാണ് ടീം അമൃത. ബിനു ഈശ്വരമംഗലത്തിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.